ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അമ്മാബാദ്. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് മുസ്ലിമിനെ തന്നെയാണ് വിവാഹം ചെയ്യേണ്ടതെന്ന്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 221 ആയത്തിൽ ഇപ്രകാരം കാണാം: വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിന്ന വലഅമതും മുഅ്മിനതും ഖൈറും മിൻ മുശ്രികതിൻ. വലാ തൻകിഹു മുശ്രികാത്തിൻ, ഇത് പുരുഷന്മാരോടാണ്. വലാ തൻകിഹു മുശ്രികാത്തിൻ, മുശ്രികത്തായ സ്ത്രീയെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ഹത്താ യുഅ്മിന്ന വലഅമതും മുഅ്മിനത്തുൻ, ഒരു അടിമ സ്ത്രീയാകുന്ന മുഅ്മിനത്തായ സ്ത്രീയെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ ലഭിക്കുമെങ്കിൽ ഖൈറും മിൻ മുശ്രികത്തിൻ, നിങ്ങൾ മുശ്രിക്കിനെ വിവാഹം ചെയ്തു പോകരുത്. വലൗ അഅ്ജബതുകും വലാ തുൻകിഹുൽ മുശ്രികീന, ഈ നിർദ്ദേശം സ്ത്രീകളോടാണ്. വലാ തുൻകിഹുൽ മുശ്രികീന, മുസ്ലിമീങ്ങളായ സ്ത്രീകളോടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ താക്കീത്. വലാ തുൻകിഹുൽ മുശ്രികീന, മുശ്രിക്കീങ്ങളാകുന്ന പുരുഷന്മാരെ ഇണകളായി നിങ്ങൾ സ്വീകരിച്ചു പോകരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഹത്താ യുഅ്മിനു വലഅബ്ദും മുഅ്മിനും ഖൈറും മിൻ മുശ്രിക്കിൻ, ഒരു അടിമയാകുന്ന പുരുഷനെ നിങ്ങൾക്ക് ഭർത്താവായി ലഭിക്കുമെങ്കിൽ അത് അപ്രകാരം ചെയ്താൽ പോലും നിങ്ങൾ മുശ്രിക്കാകുന്ന പുരുഷനെ സ്വീകരിച്ചു പോകരുതെന്ന പരിശുദ്ധ ഖുർആൻ്റെ ആഹ്വാനമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മുടെ സന്താന പരമ്പരയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസീബത്തുകളിൽ നിന്നും ഫിത്നയിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.